തിയോഫനി ഗെയിം ഷോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. മാലാഖമാരുടെ ഭാഷയറിഞ്ഞാലും മാലാഖമാരൊത്തു ജീവിച്ചാലും വാനവരാജ്യത്തെ വാരൊളി കണ്ടാലും സ്നേഹമില്ലെങ്കിൽ അതൊക്കെ ശൂന്യം. മാലാഖമാരുടെ ഭാഷയറിഞ്ഞാലും മാലാഖമാരൊത്തു ജീവിച്ചാലും. തിയോഫനി ഗെയിം ഷോ, ഇത്തിരി നേരം ഒത്തിരി ചിന്ത. മാലാഖമാരുടെ ഭാഷ സംസാരിച്ചാലും നമുക്ക് സ്നേഹമില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം വൃഥായായിപ്പോവും. നമുക്ക് നമ്മളെ ഈശ്വരനെ നേരിട്ടറിയുന്ന, അനുഭവിച്ചറിയുന്ന തിയോഫനി ഗെയിം ഷോയിലേക്ക് കടക്കാം. നമ്മുടെ ഗെയിമിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ടീം അംഗങ്ങളെ നമുക്ക് പരിചയപ്പെടാം. എറണാകുളം പുതുവൈപ്പ് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിൽ നിന്ന് വരുന്ന റോഷൻ എ ജെ ആൻഡ് ആനി റോഷ്ന, നമുക്കവരെ നമ്മുടെ ഗെയിമിലേക്ക് കൈയടിച്ച് സ്വാഗതം ചെയ്യാം. എറണാകുളം പൂവത്തുശ്ശേരി സെന്റ് ജോസഫ് ചർച്ചിൽ നിന്ന് വരുന്ന ആൻ മരിയ വർഗീസ് ആൻഡ് ദിവ്യ കെ എസ്, നമുക്കവരെ നമ്മുടെ ഈ ഗെയിമിലേക്ക് കൈയടിച്ച് സ്വാഗതം ചെയ്യാം. എറണാകുളം മീൻകുന്നം സെന്റ് ജോസഫ് ചർച്ചിൽ നിന്ന് വരുന്ന റോണി രാജു ആൻഡ് നിഖിൽ സാബു, നമുക്കവരെ നമ്മളുടെ ഗെയിമിലേക്ക് സ്വാഗതം ചെയ്യാം. നിഖിൽ, റോണി, ദിവ്യ, ആൻമരിയ, ആനി. ആനി റോഷനയാണോ റോഷനയാണോ? റോഷനയാണ്. ആനി രണ്ടാമതാണ് വന്നത്, അല്ലെങ്കിൽ ആനി റോഷന. ഓക്കെ, ആനി റോഷന ആൻഡ് റോഷൻ, നിങ്ങളെ ഒരിക്കൽ കൂടെ നമ്മളെ തിയോഫനി ഗെയിം ഷോയിലേക്ക് സ്വാഗതം ചെയ്യും. നിങ്ങളെ ഗെയിം ഷോയൊക്കെ കണ്ട് ഒത്തിരി പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നേക്കുന്നത്, ആണോ? നിഖിലേ, റോണി, അതെ, പ്രോഗ്രാം കണ്ടിട്ടുണ്ട്, ഗെയിമൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ദിവ്യ ചെയ്തത്? നിങ്ങള് ബൈബിള് വായിച്ചു, പിന്നെ പ്രാക്ടീസ് ചെയ്തു. എന്ത് പ്രാക്ടീസ് ചെയ്തു? ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്ത ഗെയിം ഏതാണ്? ശിഷ്യന്മാരുടെ പേരുകൾ പഠിച്ചു. ശിഷ്യന്മാരുടെ പേരുകൾ പഠിച്ചു. പെട്ടെന്ന് പറയാവോ? പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമേ, ഹൽപ്പെടുത്തനായ യാക്കോബ്, മത്തായി, തോമ, ശിമിയോൻ, കാനാൻകാരനായ ശിമിയോൻ, യൂദാ, സക്രിയോത്ത. മറ്റേ ചേട്ടൻ പറയണ പോലെ ആയിപ്പോലെ നല്ല സ്പീഡില്. ഓക്കെ, പറയൂ ആൻമരിയ. ആൻമരിയ എന്തൊക്കെ ദൈവവചനമൊക്കെ പഠിച്ചാ? ദൈവവചനം പഠിച്ചു. ഒരു ദൈവവചനം പെട്ടെന്ന് പറയൂ. യോഹന്നാൻ 10:11, നല്ലിടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുന്നു. റോഷ്ന, എന്റെ ഹൃദയത്തിന്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. റോഷൻ, നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. സെഫാനിയ 3:17. റോഹണി, ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഹെബ്രായർ 4:15. ഓക്കെ, പറയൂ നിഖിൽ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൽ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. മത്തായി 11:29. വെരി ഗുഡ്. ഈ വചനങ്ങളുടെ ഈ ഒരു ധാര ഇങ്ങനെ ഒഴുകുന്ന ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, വളരെ വളരെ സുഖമാണ്. എന്തായാലും നിങ്ങൾ ഭയങ്കര സന്തോഷവാന്മാരാണ്. വളരെ ഉഷാറോടുകൂടെ നമ്മൾക്ക് നമ്മുടെ തിയോഫനി ഗെയിം ഷോയിലേക്ക് കടക്കാം. റെഡിയല്ലേ? തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ ആദ്യത്തെ ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 1. ഓക്കെ, ലെവൽ 1-ൽ വളരെ രസകരമായ ഒരു ഗെയിമാണ്. നമുക്ക് യേശുവിന്റെ ശിഷ്യന്മാരെ കുറിച്ചറിയാം, അല്ലെ? മത്തായിയുടെ സുവിശേഷത്തില് യേശുവിന്റെ ശിഷ്യന്മാരെ വളരെ വ്യക്തമായിട്ട് അവരുടെ ഓർഡറിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ചെയ്യേണ്ട ടാസ്കും ഇതാണ്. ശിഷ്യന്മാരുടെ കറക്റ്റ് ഓർഡറിൽ, മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന പോലത്തെ കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ ഇവിടെ വെക്കണം. ഓർഡർ 1, 2, 3. ഇപ്പോ അതിന്റെ ഓർഡർ ഇങ്ങനെയായിരിക്കും പോകുന്നത്: 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ക്ലിയർ? ആ ഓർഡറിൽ കറക്റ്റായിട്ട് വെക്കുക. നിങ്ങളിൽ ഒരാൾക്ക് ഇവിടെ നിൽക്കാം, അവിടെ വെക്കാനായിട്ട് വേറൊരാൾക്ക് പോവാം, നിങ്ങൾ ടീംമേറ്റ്സിൽ. റെഡി? നിങ്ങൾക്ക് ഇതിനായിട്ട് ലഭിക്കുന്ന സമയം 1 മിനിറ്റ് ആണ്. റെഡിയാണോ? സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വേഗം വേഗം.
ഒന്നുകൂടെ ചെക്ക് ചെയ്തോ. ഒന്നുകൂടെ ചെക്ക് ചെയ്തോ. കൺഫ്യൂഷൻ ഉണ്ടാ? എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ട? ഓക്കേണാ? ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് അങ്ങോട്ട് പോവാം. എല്ലാവരും ഓക്കേണാ? പെർഫെക്റ്റ് ആണോ? ദിവ്യ അല്ല, എന്തുപറ്റി? ധൃതിയായി പോയാ അവിടെ? എവിടെയൊക്കെയോ കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. നോക്കാം നമുക്ക്. ആദ്യം പത്രോസ് എല്ലാവരെയും ആരുടെയൊക്കെ ശരിയുണ്ട്? പത്രോസ് 3 പേരും ശരിയാണ്. രണ്ടാമത് അന്ത്രയോസ് 3 ടീമുകളും ശരിയാണ്. അടുത്ത യാക്കോബ് 3 പേരെ ശരിയാണ്. യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമിയ ശരിയാണ്. ദിവ്യക്കൊക്കെ തെറ്റിപ്പോയി അല്ലേ? ഓക്കെ. അടുത്തത് തോമസ്, മത്തായി, ഹെൽപ്പയുടെ പുത്രനായ യാക്കോബ്. അടുത്തതാണ് സംഭവം. അടുത്തത് തദേവൂസാണ്. ദെൻ ശിമയോൻ, ദെൻ യൂദാസ് കറിയോത്ത. ശരിയാണല്ല? അവിടെ തദേവൂസ് മുകളിലായിപ്പോ അല്ലേ? തദേവൂസ് മാറിപ്പോയി, താഴെയായിപ്പോ. ഷിമയോനാണ് ആദ്യം. തദേവൂസാണ് ആദ്യം വന്നത്, ദെൻ ഷിമയോൻ. ഇവിടെ എന്താ പറ്റിയത്? ഒരു പേര് വിട്ടുപോയി അല്ലേ? ആണോ? സ്ഥലം മാറിപ്പോയി. ലെവൽ അവസാനിക്കുമ്പോ എന്തായാലും വിൻ ചെയ്തിരിക്കുന്ന ടീം എ ആണ്. കൺഗ്രാറ്റുലേഷൻ. ഒരിക്കൽ കൂടെ നമുക്ക് ആ ഉത്തരം ഒന്ന് കറക്റ്റ് ഓർഡറിൽ നോക്കാം. പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹനാൻ, ഫിലിപ്പോസ്, ബർത്തലോമിയ, തോമസ്, മത്തായി, ഹെൽപ്പയുടെ പുത്രനായ യാക്കോബ്, തദേവൂസ്, ശിമയോൻ, യൂദാസ് കറിയോത്ത. അല്ലേ? കൺഫ്യൂഷനൊന്നുമില്ലല്ലോ. ആദ്യത്തെ ലെവൽ അങ്ങനെ നിങ്ങൾക്ക് ജസ്റ്റ് മിസ്ഡ് അല്ലേ? ഓക്കെ. ഹിമേ ഹാപ്പിയാണോ? റോഷൻ എത്ര പോയിന്റ് കിട്ടും? എത്ര പോയിന്റ് വേണം നിങ്ങൾക്ക്? 50. നിങ്ങൾ പറഞ്ഞ മാർക്ക്, നിങ്ങൾ 100 മാർക്ക് പറഞ്ഞെങ്കിൽ അപ്പൊ തന്നാനെ, പക്ഷെ 50 മാർക്ക് തന്നെ. തിയോഫനി ഗെയിം ഷോയുടെ ആദ്യത്തെ ലെവൽ അവസാനിക്കുമ്പോൾ വിൻ ചെയ്തിരിക്കുന്ന ടീമായ ടീം എക്ക് ലഭിക്കുന്ന പോയിന്റ് 50 പോയിന്റ്സ് ആണ്. സൂപ്പർ. നിങ്ങൾ ഒരു കാറ്റഗിസം വിദ്യാർത്ഥിയാണ് എങ്കിൽ തിയോഫനി ഗെയിം ഷോയുടെ ഓഡീഷനിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. തിയോഫനി ഗെയിം ഷോയിൽ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ശരിയുത്തരം SMS വഴിയോ ഇമെയിൽ വഴിയോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ആരെന്ന് SMS ആയോ ഇമെയിലായോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ആര്? SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ theophanygameshow@gmail.com. ഇത്തിരി നേരം ഒത്തിരി ചിന്ത. പറ റോഷനയുടെ വിശേഷങ്ങൾ കേൾക്കട്ടെ. എത്രയിലും പഠിക്കുന്നു റോഷന? പ്ലസ് ടു. റോഷൻ +1. നിങ്ങൾ ഏത് സ്കൂളിലാണ്? LFHS ഞാറക്കൽ. ആ സ്ഥലം എവിടെയാണ്? വൈപ്പിൽ തന്നെ. സെയിന്റ് തെരേസസ് എറണാകുളത്ത് സെന്റ് ട്രീസാസ്. ഓക്കെ, ഗ്രേറ്റ്. സോ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള, റോഷനൊക്കെ തന്നിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടാലന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് എന്താ? ദൈവം തന്ന കഴിവായിട്ട് ഞാൻ വിശ്വസിക്കുന്ന എനിക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിയുന്നതാണ്. പഠിക്കാനായിട്ട് ദൈവം തന്നിട്ടുള്ള കഴിവാണ് അല്ലേ? ഓക്കെ. ഏത് സബ്ജക്റ്റാണ് എടുത്തേക്കണത്? ഏതിപ്പോ? കൊമേഴ്സ് ആണ് എടുത്തേക്കണത്. വെരി ഗുഡ്. കൊമേഴ്സ് ആരാകാനായിട്ടാണ് ആഗ്രഹം റോഷന? ഞാനിപ്പോ ഒന്നും തീരുമാനിച്ചിട്ടില്ല. എനിക്ക് ഗവൺമെന്റ് സർവീസിൽ കയറാനാണ് ആഗ്രഹം. ഗവൺമെന്റ് സർവീസിൽ. അപ്പൊ PSC ടെസ്റ്റ് ഒക്കെ എഴുതി ആണോ? ഓക്കെ, വെരി ഗുഡ്. റോഷൻ? ഞാനിപ്പോ 11th പഠിക്കുന്നത്. എനിക്കിതുപോലെ തന്നെ ഗവൺമെന്റ് സർവീസിൽ കയറണമെന്ന് ആഗ്രഹം. അച്ഛനമ്മയൊക്കെ ഗവൺമെന്റ് സർവീസിലാണോ ജോലി ചെയ്യുന്നത്? അല്ല.
ഗവൺമെന്റ് സർവീസിലാണെങ്കിൽ നല്ല ജോലിയായിരിക്കും, നല്ല സാലറി ആയിരിക്കും, നല്ല പെൻഷൻ കിട്ടും. ആണോ? അതാണോ? അങ്ങനെ കുഴപ്പമില്ലാണ്ട് ജീവിക്കാൻ പറ്റും അല്ലെ? വെരി ഗുഡ്. എങ്കിലും കർത്താവിനോട് ഒരുമിച്ച് നിങ്ങൾക്ക് ഒരു ലക്ഷ്യമൊക്കെ പ്ലാൻ ചെയ്യും. കുറച്ചും കൂടെ അതുക്കും മേലെ നമുക്കൊരു ലക്ഷ്യം പ്ലാൻ ചെയ്യാം. കുറച്ചും കൂടെ എനിക്ക് എന്റെ ലക്ഷ്യത്തില് ഇന്ന കാര്യം കൂടി എനിക്ക് നേടാൻ പറ്റണം. ഒതുങ്ങിപ്പോകരുത്. കാരണം ദൈവം തന്നിട്ടുള്ള ടാലന്റിന്റെ ദൈവം നമ്മളുടെ ലക്ഷ്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത് നമുക്ക് കഴിവുകൾ നൽകിക്കൊണ്ടാണ്. ഈ കഴിവുകൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ആ കഴിവ് ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് നമ്മുടെ ലക്ഷ്യം സെറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഒരു ടീച്ചർ ആവുക, അല്ലെങ്കിൽ ഒരു ക്ലർക്കിൽ തന്നെ എനിക്ക് ഇന്ന പോസ്റ്റിലുള്ള ഒരാളാവണം, അല്ലെങ്കിൽ ഒരു ഓഫീസർ ആവണം, ഇന്ന ഓഫീസർ ആവണം എന്നൊക്കെ ഉള്ളൊരു ടാർഗറ്റ് ഉണ്ടല്ലോ, അതൊക്കെ ക്ലിയർ ആക്കി നമുക്ക് വെക്കാൻ പറ്റും. അത് എത്താനും പറ്റും. കാരണം ദൈവത്തിന്റെ ടാലന്റ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ. ഇനിവേ ദൈവത്തിനോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളും, നമുക്ക് ഈ പറഞ്ഞ ഗവൺമെന്റ് ജോലിക്കുള്ള ആഗ്രഹങ്ങളും, ഗവൺമെന്റ് ജോലി ഏത് ഡിപ്പാർട്ട്മെന്റിലാണെന്നുള്ളത് കുറച്ചും കൂടെ സ്പെസിഫൈഡ് ആണെന്നുള്ളതായി. ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ആണോ, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലാണോ, കുറെ സർവീസ് സെഗ്മെന്റുകൾ വേറെയുണ്ട്, അവിടെയാണോ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, എനിവേ റോഷന്റെയും സ്വപ്നങ്ങളും ഒക്കെ നമുക്ക് കൊടുക്കാം. പാട്ട് പാടുമോ നിങ്ങൾ ആരെങ്കിലും ഒക്കെ? പാട്ട് പാടാറുണ്ട്. ഓക്കെ, ഫൈൻ. അതും ഒരു ടാലന്റാണ് അല്ലെ? കുറെ കഴിവുകൾ നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. എനിവേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കഴിവുകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ആ കഴിവുകളോട് ഒന്നിച്ച് നമ്മുടെ ലക്ഷ്യം നേടാനായിട്ട് നമുക്ക് പ്രയത്നിക്കാം. വെരി ഗുഡ്. നമുക്ക് അടുത്ത ലെവലിലേക്ക് കടന്നാലോ? റോണി, ക്രിക്കറ്റ് കളിക്കാരൊക്കെ ഉണ്ട് നമ്മളെ കൂട്ടത്തില്. ഓക്കെ, തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 2. ഓക്കെ, ലെവൽ 2 വളരെ രസകരമായ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിമാണ്. നിങ്ങൾക്ക് ടഫായിട്ട് തോന്നിയേക്കാം, ബട്ട് ഇറ്റ് സിമ്പിൾ ആണ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ടേബിളിന്റെ അടുത്തേക്ക് വരാം. നിങ്ങൾക്ക് കാണാം 20 ബ്ലോക്കുകൾ വെച്ച് നിങ്ങളുടെ ടേബിളിൽ എന്തോ മറച്ചു വെച്ചിരിക്കുക. നിങ്ങളുടെ ടേബിളിലുള്ളത് ഒരു ദൈവവചനമാണ്. നിങ്ങൾക്ക് 5 ബ്ലോക്കുകൾ വരെ മാറ്റാം. ഞാൻ പറയുന്ന ഓർഡർ അനുസരിച്ച് ആദ്യത്തെ ബ്ലോക്ക് മാറ്റാൻ പറ്റും പറയുമ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഒരു ബ്ലോക്ക് മാറ്റാം. രണ്ടാമത്തെ ബ്ലോക്ക് മാറ്റാൻ പറയുമ്പോൾ രണ്ടാമത്തെ ബ്ലോക്ക് എവിടെ നിന്ന് വേണമെങ്കിലും മാറ്റാം. നിങ്ങൾ അതിൽ ഒളിഞ്ഞു കിടക്കുന്ന ദൈവവചനത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അത് POC ബൈബിളിൽ ഉള്ള പോലെ വളരെ കറക്റ്റായിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് പറയുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്. ക്ലിയർ അല്ലേ? ഹൈഡ് ചെയ്യപ്പെട്ട് കിടക്കുന്ന തിരുവചനത്തെ കണ്ടെത്തുക. റെഡിയാണോ? റെഡിയാണോ? നിഖിൽ, ദിവ്യ? ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ ആദ്യത്തെ ബ്ലോക്ക് എടുത്തു മാറ്റാം. ആദ്യത്തെ ബ്ലോക്ക് എവിടെ നിന്ന് വേണമെങ്കിലും മാറ്റാം. ആദ്യത്തെ ബ്ലോക്ക് മാറ്റിയപ്പോൾ വചനം കിട്ടിയോ നിങ്ങൾക്ക്? ഇല്ല. വളരെ വ്യക്തതയുണ്ടെങ്കിൽ മാത്രം പറയാം. റോണിക്ക് മനസ്സിലായ? ഇല്ല. നമുക്ക് അടുത്ത ബ്ലോക്ക് നിങ്ങൾക്ക് മാറ്റാം. രണ്ടാമത്തെ ബ്ലോക്ക് വചനം കിട്ടി? ഉറപ്പാണോ? ഉറപ്പായിരിക്കോ? തെറ്റിയ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഈ ഗെയിമിൽ നിന്ന് ഔട്ടാവും. തെറ്റൂല. ഓക്കെ, ദിവ്യ പറയൂ. സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്? സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്? ബാക്കി എന്റെ സമയം ഇനിയും ആയിട്ടില്ല. ഓക്കെ, നമുക്ക് വചനം ശരിയാണോ എന്ന് നമ്മുടെ മോണിറ്ററോട് ചോദിക്കാം. ടീം ബിയുടെ വചനം: സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. ഏത് 2 ബ്ലോക്ക് മാറ്റിയപ്പോ ഏതൊക്കെ കിട്ടിയത്? ഇതും ആദ്യം തുറന്നപ്പോ എനിക്ക് മനസ്സിലായി. സ്ത്രീയെ കിട്ടി, പിന്നെ ബ്ലാങ്ക്. അപ്പോഴേ മനസ്സിലായിരുന്നു. ഓക്കെ, ആരോട് പറഞ്ഞതാണ്? ഈശോ തന്റെ അമ്മയായ മറിയത്തോട് ചോദിച്ചതാണ്. വീഞ്ഞ് തീർന്നു പോയപ്പോൾ മറിയം ഈശോയോട് പറഞ്ഞു. ഇതെവിടെ വെച്ചിട്ടാ? പോത്തുശ്ശേരിയിൽ വെച്ചിട്ടാണ് സംഭവിച്ചത്? ആരോട് വെച്ചിട്ടാണ്? കാനായിലെ വെച്ചിട്ടാണ് സംഭവിച്ചത്. ഓക്കെ, കാനായിലെ ആദ്യത്തെ അത്ഭുതം നടക്കാനായിട്ട് അല്ലെ? അവിടെ വീഞ്ഞു തീർന്നെന്ന് പറഞ്ഞപ്പോൾ മാതാവ് പോയിട്ട്
മദർ മേരി പോയി ഈശോയോട് പറഞ്ഞു എന്തോറും അവിടെ വീഞ്ഞു തീർന്നിരിക്കണം മോനെ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഉടനെ തന്നെ ഈശോ പറഞ്ഞ ഡയലോഗാണ്, സ്ത്രീയെ എനിക്കും നിനക്കുമെന്ത്, എന്റെ സമയം ഇനിയുമായിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടിയിരുന്നോ? എനിക്കും നിനക്കും ഇത് തന്നെ, എനിക്കും നിനക്കും. അപ്പൊ മനസ്സിലായിരുന്നു? എനിക്കും മാത്രമേ കിട്ടുള്ളൂ. എനിക്കും മാറ്റുള്ളൂ. അപ്പൊ എനിക്ക് എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ. എനിവേ, നമ്മളുടെ ഈ ലെവൽ അവസാനിക്കുമ്പോൾ ടീം ബി വിൻ ചെയ്തിരിക്കുന്നു. സൂപ്പർ. ടീം ബി വിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര പോയിന്റ് ആണ് കിട്ടുന്നത്? രണ്ടാമത്തെ ലെവൽ 100 points. 100 പോയിന്റ്സാ? ഞാൻ വെറുതെ പറഞ്ഞാണ് അവരോട് 100 പോയിന്റ് എന്ന് പറഞ്ഞാൽ 100 പോയിന്റ് കിട്ടൂല. 50 കഴിഞ്ഞ ആദ്യത്തെ ലെവലിൽ 50, രണ്ടാമത്തെ ലെവലിൽ നമുക്കൊരു 70 വരെ തരാം. സോ രണ്ടാമത്തെ ലെവൽ വിൻ ചെയ്യുമ്പോൾ ടീം ബിക്ക് ലഭിക്കുന്ന പോയിന്റ് 70 പോയിന്റ് ആണ്. സൂപ്പർ. ടീം ബി ഹാപ്പിയാണോ? ഹാപ്പിയാണോ? ദിവ്യ, എന്താണ് വിശേഷങ്ങൾ? പോത്തുശ്ശേരി വിശേഷങ്ങൾ. എത്രയിലാണ് ഇപ്പോ? 10th. ഓ ദൈവം, ഇനി ആൻമരിയും 10th-ലാണ്. രണ്ടുപേരും ഇനി ആഞ്ഞ് ശ്രമിച്ച് പോത്തുശ്ശേരിയിലേക്ക് റാങ്കുകൾ കൊണ്ടുവരും അല്ലേ? കാരണം എന്താ? ഫസ്റ്റ് ആൻമരിയ പറഞ്ഞ വചനം എന്താണ്? എന്നെ ശക്തനാക്കുന്നവരുടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. അപ്പൊ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അല്ലെ? ദൈവം കൂടെ ഉണ്ടെങ്കിൽ ദൈവം നമ്മൾ ശക്തിപ്പെടുത്തിയാൽ നമുക്ക് ആ ശക്തിയിലെല്ലാം നേടാൻ സാധിക്കും. പരീക്ഷയിലെല്ലാം വിൻ ചെയ്യാൻ സാധിക്കും. എന്താണ് ദിവ്യയുടെ സ്വപ്നം? എനിക്കൊരു കാർഡിയോളജിസ്റ്റ് ആവാനാണ് ആഗ്രഹം. കാർഡിയോളജിസ്റ്റ്, ഹാർട്ടൊക്കെ സർജറി ചെയ്യുന്ന ഹാർട്ടിന്റെ സ്പെഷ്യലിസ്റ്റ്. ഓക്കെ. ആരാണ് കണ്ടിരിക്കുന്ന മോഡൽ ഡോക്ടർ? ഏതെങ്കിലും കാർഡിയോളജിസ്റ്റിനെ പരിചയമുണ്ടോ? ഇല്ല. നമ്മുടെ ഇവിടെ ആദ്യത്തെ ഹാർട്ട് സർജറി ഒക്കെ ചെയ്തൊരു ഡോക്ടർ ഉണ്ട്, ഡോക്ടർ ജോസ് പെരിയപുരം എന്നൊക്കെ പറഞ്ഞിട്ട്. കുറെ ഇത് ഒത്തിരി ആളുകൾക്ക് ഹൃദ്രോഗങ്ങളൊക്കെ ഉണ്ട്, ഒത്തിരി പേർക്കുണ്ട്. നല്ലൊരു കാർഡിയോളജിസ്റ്റിന് അധികം ഫീസൊന്നും വാങ്ങാത്ത കാർഡിയോളജിസ്റ്റുമാരെ ആവശ്യമുണ്ട് സമൂഹത്തിൽ. നല്ല ഡോക്ടർ ആവാൻ സാധിക്കട്ടെ. ആൻമരിയ? എനിക്കും ഒരു ഡോക്ടർ ആവാനാണ് ആഗ്രഹം. ഡോക്ടറാണ്. പുതുശ്ശേരിയിലെ ഡോക്ടേഴ്സിനെ കൊണ്ട് ആകെ ബഹളം ഒരിക്കൂല. ഏതില്? പീഡിയാട്രീഷ്യൻ, കുട്ടികളുടെ ഡോക്ടർ. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഒത്തിരി നന്നായിട്ട് പഠിക്കണം. സയൻസും അല്ലെ? ഈസിയല്ല. നിങ്ങൾക്ക് ശരീരത്തിന്റെ ഓരോ ചലനങ്ങളെ കുറിച്ചും ഓരോ അവസ്ഥയെക്കുറിച്ചും നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ശരീരം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഹ്യൂമൻ ബോഡി അതിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒത്തിരി കോംപ്ലിക്കേഷൻ ഉള്ളതാണ്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഒത്തിരി ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആണ്. എന്നാലും നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ദൈവം തന്നിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടാലന്റ് ഏതാണ്? സ്പോർട്സിലുണ്ട്. വെരി ഗുഡ്. ഏതാണ്? അത്ലറ്റിക് ആണോ? ഓട്ടോ ആണോ? ഓട്ടോ ആണ്. നിങ്ങളുടെ എനിക്കൊരു പോത്തുശ്ശേരി വോളിബോൾ താരങ്ങളുടെ ഒരു സ്ഥലമാണോ അല്ലേ? വോളിബോൾ താരങ്ങൾ ഒത്തിരി ഉണ്ട്. എന്റെ ഒരു ഫ്രണ്ട് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ആൻമരിയ, ഏതാണ് ദൈവം തന്നിട്ടുള്ള ടാലന്റ്, ഏറ്റവും ബെസ്റ്റ് ടാലന്റ്? പഠിക്കാൻ തന്നിട്ടുള്ള കഴിവാണ്. വെരി ഗുഡ്. അപ്പോൾ ദൈവം തന്നിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് അടുത്ത ലെവലിലേക്ക് കടന്നാലോ? റെഡിയാണോ? അപ്പോൾ തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 3. നിങ്ങൾ പസിൽസിന്റെ ഗെയിം എല്ലാം കളിച്ചിട്ടുണ്ടാവും അല്ലേ? ഇതാ നിങ്ങളുടെ മുന്നിൽ, നിങ്ങളുടെ ടേബിളിന് മുമ്പിൽ ഇതാ പസിൽസ് ആണ് കുറെ തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് മനോഹരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പിക്ചർ റെഡിയാക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ ഗെയിമിലുള്ള ടാസ്ക്. റെഡിയാണോ നിങ്ങൾക്ക്? അപ്പൊ ഇത് വെച്ചിട്ട് ഏറ്റവും മനോഹരമായ ഒരു പിക്ചർ ഈ പസിൽസിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അത് മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. റെഡി? പസിൽസിന്റെ ഈ ഗെയിം നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് കിട്ടുന്ന സമയം 2 മിനിറ്റാണ്. 2 മിനിറ്റിനുള്ളിൽ ഏറ്റവും ഭംഗിയായിട്ട് വെക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്. റെഡിയാണോ? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ.
പെട്ടെന്ന് ആയിക്കോട്ടെ, പെട്ടെന്ന് സമയം പോകുന്നു. ഏറ്റവും കൂടുതൽ പസിൽസ് വെക്കുക എന്നുള്ളതാണ്. അത് പിക്ചർ എല്ലാം ക്ലിയർ ആയിട്ട് വെക്കുക. വേഗം വേഗം വേഗം, സമയം പോകുന്നു. 30 minutes 30 seconds more. Fast. ആവശ്യമില്ലാത്തതൊക്കെ മാറ്റി അവിടുന്ന്. ഇത് കൂടുതലായിട്ടുള്ള ആണെങ്കിലും മാറ്റാതെ അവിടുന്ന്. Yes. 1. നിങ്ങൾ ഒരു കാറ്റഗിസം വിദ്യാർത്ഥിയാണോ? എങ്കിൽ തിയോഫണി ഗെയിം ഷോയുടെ ഓഡീഷനിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. തിയോഫണി ഗെയിം ഷോയിൽ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ശരിയുത്തരം SMS വഴിയോ ഇമെയിൽ വഴിയോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ആരെന്ന് SMS ആയോ ഇമെയിലായോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ആര്? SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ theophanygameshow@gmail.com. ഇത്തിരി നേരം ഒത്തിരി ചിന്ത. പസിൽസിന്റെ ഈ മൂന്നാമത്തെ ലെവൽ അവസാനിക്കുമ്പോൾ ടീം എ അവസാനത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ തല തിരിഞ്ഞുപോയി. അതുകൊണ്ട് ഇങ്ങനെയാണ് വെച്ചത്. ഇതല്ല, നേരെ ഓപ്പോസിറ്റ് ലെവലിലാണ് വെച്ചത്. ഒരെണ്ണം അപ്പോൾ ബാക്കി വെച്ചു അല്ലെ, ഒരെണ്ണം തെറ്റിപ്പോയി. അപ്പോ ഒരു പസിൽ ബാക്കിയുണ്ട്. ടീം ബിയില് എനിക്ക് തോന്നുന്നു ഏകദേശം 9 പസിൽസോളം ബാക്കിയുണ്ട്. ടീം സിക്ക് ഏകദേശം 4 പസിൽസ് അല്ലെ, 5 പസിൽസ്, ഒരെണ്ണം തെറ്റിയിട്ടുണ്ട്. അപ്പൊ 4 പുറത്തുണ്ട്, ഒരെണ്ണം തെറ്റിയതുണ്ട്. അങ്ങനെ 5 അപ്പോൾ നമ്മുടെ ഈ പസിൽസിന്റെ ഗെയിം അവസാനിക്കുമ്പോ വിൻ ചെയ്തിരിക്കുന്ന ടീം എ ആണ്. കൺഗ്രാറ്റുലേഷൻ. ടീം എ. അങ്ങനെ ടീം എ വിൻ ചെയ്യുമ്പോൾ, മൂന്നാമത്തെ ലെവൽ വിൻ ചെയ്യുമ്പോൾ എത്ര പോയിന്റ് ആണ് കിട്ടുന്നത്? 90 പോയിന്റ്. ടീം എ ലെവൽ 3 വിൻ ചെയ്യുമ്പോൾ, ഈ പസിൽസിന്റെ ഗെയിം വിൻ ചെയ്യുമ്പോൾ അവർ നേടുന്നത് 90 പോയിന്റ്സ് ആണ്. സൂപ്പർ. സോ നമ്മളുടെ അടുത്ത ലെവലിലേക്ക് പോയാലോ? 4ാമത്തെ ലെവലിലേക്ക്. ആക്ഷൻ റൗണ്ടാണ് നിങ്ങൾക്ക് ശോഭിക്കാനുള്ള. റോണിയും നിഖിലും ഒക്കെ തകർക്കേണ്ട റൗണ്ടാണ് കേട്ടോ. തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 4. ഓക്കെ, അപ്പോൾ തിയോഫനി ഗെയിം ഷോയുടെ 4ാമത്തെ ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവലിലേക്ക് കടക്കുമ്പോൾ ഇതൊരു ആക്ഷൻ റൗണ്ടാണ്. ആക്ഷൻ റൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആക്ടിങ്ങിനാണ് ഇമ്പോർട്ടൻസ്. നിങ്ങൾ നിന്നുകൊണ്ട് ആക്ട് ചെയ്യല്ല, കുറെ കൂടെ സ്പേസ് ഒക്കെ യൂസ് ചെയ്ത് ആക്ട് ചെയ്യുക. അപ്പൊ ഓരോ സ്ഥലങ്ങളെ കുറിച്ച്, ഇപ്പോ ഇവിടെ ഒരു തൊപ്പിയുണ്ട്. ഈ തൊപ്പിയില് നമ്മുടെ ബൈബിളിനകത്തെ ഏതെങ്കിലും കഥാപാത്രങ്ങളുടെ പേരോ സ്ഥലങ്ങളുടെ പേരോ അല്ലെങ്കിൽ ഒരു സംഭവത്തിന്റെ പേരോ ഒക്കെ എഴുതിയിട്ടുണ്ടാവും. സംഭവമോ ഒക്കെ എഴുതിയിട്ടുണ്ടാവും. അത് കാണുമ്പോൾ തൊപ്പി വെക്കുന്ന ആൾക്കൊരു ചോദ്യം ചോദിക്കാം. ഇതൊരു സംഭവമാണോ, വ്യക്തിയാണോ, സ്ഥലമാണോ? മറ്റേയാൾക്ക് ഒരു ആൻസറും പറയാം. സംഭവമാണെങ്കിൽ സംഭവമാണെന്ന് പറയാം, വ്യക്തിയാണെങ്കിൽ വ്യക്തിയാണെന്ന് പറയാം, സ്ഥലമാണെങ്കിൽ സ്ഥലമാണെന്ന് പറയാം. പിന്നെ ഇയാള്, ഈ തൊപ്പി വെക്കാത്ത ആള് കംപ്ലീറ്റ് അഭിനയിച്ച് കാണിക്കണം. ആ വ്യക്തിയുടെ പ്രത്യേകത, ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സംഭവങ്ങൾ, അല്ലെങ്കിൽ ആ സംഭവത്തിന്റെ ഓരോ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ പ്രത്യേകത, അതെല്ലാം അഭിനയിച്ച് കാണിക്കണം. ഡംഷാട്സ് എന്ന് പറഞ്ഞ സംഭവം, നമ്മൾ സാധാരണ സിനിമാ പേരാണത് കളിക്കുന്നത്. സിനിമാ പേരിന് പകരം നമ്മൾ ബൈബിളിലെ കഥാപാത്രങ്ങളും സംഭവങ്ങളും സ്ഥലങ്ങളും ഒക്കെയാണ് അതിനായിട്ട് ഉപയോഗിക്കുന്നത്. റെഡിയാണോ? സോ ടീമേക്ക് വരാം. ടീമേ,
ആരാണ് തൊപ്പി വെക്കാൻ പോകുന്നത്? റോഷനാണ് തൊപ്പി വെക്കാൻ പോകുന്നത്. റോഷൻ അഭിനയിക്കാൻ ചാൻസ് കൊടുക്കില്ല. ഓക്കെ. ഇതൊരു വ്യക്തിയാണോ, സ്ഥലമാണോ, സംഭവമാണോ? വ്യക്തി. ഈ ആളെ പരിചയമുണ്ടല്ലോ അല്ലെ? ഓക്കെ, ഫൈൻ. റോഷൻ റെഡിയാണോ? റെഡി. യുവർ ടൈം സ്റ്റാർട്ട് നൗ. ആണാണ്. പ്രവാചകനാണ്. കുറച്ചുകൂടെ അഭിനയിച്ച് കാണിക്കുക. സ്ഥലമൊക്കെ അങ്ങോട്ട് ഫേസ് ചെയ്തൊക്കെ ഒന്ന് കുറച്ച് ആ സ്ഥലമൊക്കെ കാണിക്കുക. സിംഹത്തിന്റെ കുഴിയിലോട്ട് വീണു. പ്രവാചകനാണ്. എന്താണ്? ദാനിയേൽ പ്രവാചകനാണ്. ഓക്കേ, ഉത്തരം ശരിയാണ്. ദാനിയേൽ പ്രവാചകൻ. ദാനിയേൽ പ്രവാചകന്റെ കഥ എന്താണ്? സിംഹക്കുട്ടി മറ്റേ സിംഹത്തിന്റെ കുഴിയിൽ എന്താ സംഭവിച്ചത്? സിംഹം കടിച്ചു തിന്നാ? ഇല്ല. ഇല്ല. സിംഹത്തിന്റെ വായി ദൈവദൂതൻ വന്ന് പശച്ചു കൊടുത്ത. എന്ത് ചെയ്തു? ദൈവദൂതൻ വന്ന് ദാനിയേലിനെ സിംഹത്തിന്റെ വായിൽ നിന്നും രക്ഷിച്ചു. യെസ്, താങ്ക് യു. ഗുഡ് റോഷന, വെരി ഗുഡ്. നന്നായിട്ട് ചെയ്തു. ടീം ബി, പ്ലീസ് കം. ആരാണ് തൊപ്പി വെക്കാൻ പോകുന്നത്? തൊപ്പി വെക്കാൻ ദിവ്യാണ്. ഓക്കെ, ഇതൊരു സംഭവമാണോ, വ്യക്തിയാണോ, സ്ഥലമാണോ? വ്യക്തി. ആൻമരിയ റെഡിയാണോ? യെസ്. അപ്പോൾ നമുക്ക് ആക്ടിംഗ് ആരംഭിക്കാം. യുവർ ടൈം സ്റ്റാർട്ട് നൗ. രാജാവ്. അഭിനയിച്ച് കാണിക്ക, അതിനു മുമ്പ് പറയല്ലേ. ഉണ്ണീശോ വധിച്ചതാര്? ഹെറോദോസ് രാജാവ്. ഹോസിയ. അഭിനയിച്ച് കാണിക്ക, എന്താണ് ആ വ്യക്തിയുമായിട്ട് സംഭവം? ഹെറോദോസ് രാജാവ് 2 വയസ്സിന് താഴെയുള്ള കുട്ടികളെ യോഹനാന്റെ തല. അഭിനയിച്ച് കാണിക്ക ആ കഥാപാത്രം. ഇപ്പോൾ നമ്മളുടെ തൊപ്പിയിലെ കഥാപാത്രം ആരാണ്? ഡാൻസ് ഒക്കെ ചെയ്യപ്പാ. ഹോസിയ പ്രവാചകൻ. യോഹനാന്റെ തല വെട്ടിയതാര്? തല വെട്ടി എന്താണ് ഭക്ഷിച്ചത്? തല വെട്ടിയിട്ട് എന്താണ് പറഞ്ഞത്? തല വെട്ടാൻ പറഞ്ഞതാരാന്നാ? ഹെറോദോസ് രാജാവ്. രാജാവിന്റെ മകൻ. ആക്ടി, അവള് എന്താണ് അവളുടെ സ്പെഷ്യാലിറ്റി? ദിന 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 ദിന. ആണാണോ പെണ്ണാണോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കൂ. പെണ്ണ. നീ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയേ. നാമയോഹനാന്റെ അതൊക്കെ തല വെട്ടി മാറ്റാനായിട്ട് പറഞ്ഞ രാജ്ഞി. ആരാ പറഞ്ഞ? എന്താ സംഭവം? ഹെറോദസ് രാജാവിന്റെ പിറന്നാൾ ദിവസം ഒരാൾ നൃത്തം ചെയ്തു. അദ്ദേഹത്തിന്റെ അനിയന്റെ ഭാര്യയായ ഹെറോദിയായുടെ മകൾ സലോമിയായിരുന്നു നൃത്തം ചെയ്തു. നൃത്തം ചെയ്തത് കണ്ടപ്പോൾ രാജാവ് പറഞ്ഞു, എനിക്ക് നിന്റെ നൃത്തം ഭയങ്കര ഇഷ്ടമായി. എന്തു വേണമെങ്കിലും ചോദിച്ചു. നമ്മുടെ രാജ്യം വേണോ? അത് തരാം. എന്തു വേണം? നിനക്ക് ഈ കൊട്ടാരം വേണോ? അത് തരാം. എന്തു വേണം? അത്. അതൊക്കെ ഈ നൃത്തം ചെയ്ത ആളെ ഹെറോദിയെ വിളിച്ചു പറഞ്ഞു, ചെവിയിൽ പറഞ്ഞു. എന്തു പറഞ്ഞു? നാവയോഹനാന്റെ തല വെട്ടി ഒരു തലകയിൽ തരാൻ പറഞ്ഞു. അല്ലേ?
അപ്പോ അവരെന്ത് ചെയ്തു? ഉടനെ തന്നെ ഹെറോദേസ് രാജാവ്, എനിക്ക് അതൊന്നും വേണ്ട, രാജ്യവും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് സ്നാപയോഹന്നാന്റെ തല ഒരു തളികയിൽ കൊണ്ടുവന്ന് തന്നാ മതി എന്ന് പറയും. അപ്പോ ആരെവിടെ അവര് പറഞ്ഞു, ആരായിരുന്നു അത്? കഥയൊക്കെ കിട്ടി. എനിക്ക് തോന്നുന്നത് ആൻമരിയെയും കഥാപാത്രത്തെ പേര് കേട്ടിട്ടില്ല, പക്ഷെ നാടകമൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? നാടകമൊക്കെ കണ്ടിട്ടുണ്ട്. സലോമി എന്ന് പറഞ്ഞ മകളായിരുന്നു നൃത്തമൊക്കെ ചെയ്ത് രാജാവിന്റെ ഇഷ്ടം സമ്പാദിച്ചത്. അതിന്റെ കാരണമായിട്ട് സ്നാപയോഹന്നാൻ തല വെട്ടുകയും ചെയ്തു. ടിംബി പ്ലീസ്. നോ പ്രോബ്ലം. അടുത്ത ഇനിയുണ്ട് 2 ലെവലിൽ നമുക്കത് വിൻ ചെയ്യാം. ഓക്കെ, ടീം സി റെഡിയാണോ? റെഡിയാണ്. യെസ്. ആരാണ്? വരൂ. ആരാണ് തുപ്പി വെക്കാൻ പോകുന്നത്? നിഖിൽ, കം ഇവിടെ. വ്യക്തിയാണോ, സ്ഥലമാണോ, സംഭവമാണോ? വ്യക്തികളാണ്. വ്യക്തികളാണ്. ഓക്കെ, ഫൈൻ. റോണി റെഡിയാണെങ്കിൽ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഈശോ, കുഞ്ഞ്, മാതാവ്, ഈശോ, പ്രസവിക്കാൻ പുൽക്കൂട്, മറ്റേ ആട്ടിടയന്മാര്, രാജാക്കന്മാര്, ആട്. നീ ആക്ട് ചെയ്ത് കാണിച്ചു കൊടുക്ക്. എന്തിനാ വന്നത്? ഒട്ടകം, 3 കിഴക്കുന്ന, അല്ല കുന്തിരി, രാജാക്കന്മാര്, മാലാകന്മാര്. ബുദ്ധി ഉപയോഗിക്കുന്ന ആൾക്ക് തല, പറ നീ. രാജാക്കന്മാരല്ലാത്തവർ വേറെ എന്താണുള്ളത്? ആട്ടിടയന്മാര്, അല്ലാതെ പിതാവ്, കുട്ടികള്. ബുദ്ധികൾ ഉപയോഗിക്കുന്ന ആളുകൾ എന്താ പറയണം? ബുദ്ധി ഉപയോഗിക്കുന്ന പശു, ആട്, ജ്ഞാനികള്. ഒന്നുകൂടെ ഉറപ്പിച്ചു പറ. ജ്ഞാനികള്. സംഭവം മനസ്സിലായില്ലേ? ഉണ്ണീശോനെ കാണാമോ അഭിനയിച്ച് കാണിച്ചല്ലോ അത്. അല്ല, അത് മനസ്സിലായി. രാജാക്കന്മാര്, രാജാക്കന്മാര് അവർക്ക് ബുദ്ധിയുണ്ട്. പിന്നെ ബുദ്ധിയുള്ള ആളുകളെ മാത്രമായിട്ട് എന്താ പറയുന്നത്? ജ്ഞാനികള്. അതായിരുന്നു ഉത്തരം. ജ്ഞാനികളാണ്. ഓക്കെ, ഹിംസി. ലെവൽ 4 അവസാനിക്കുമ്പോൾ, ആക്ഷൻ റൗണ്ട് അവസാനിക്കുമ്പോൾ വിഷമിച്ച് ആക്ട് ചെയ്ത് അല്ലേ? എന്നിട്ട് സലോമി മാത്രം ആൻമരിയെ പറഞ്ഞ പോലെ എല്ലാം അഭിനയിച്ച് കാണിച്ചെങ്കിലും പേര് കിട്ടിയില്ല. എനിക്ക് തോന്നുന്നത് ദിവ്യ ഇങ്ങോട്ട് തിരിഞ്ഞ് ആലോചിച്ചു അല്ലേ? ഇടത്തോട്ട് തിരിഞ്ഞ് ആലോചിച്ചപ്പോഴെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷെ കിട്ടിയില്ല. എനിവേ, ബാക്കി നിങ്ങൾക്ക് 2 പേർക്കും കിട്ടി. ഇറ്റ്സ് ഗുഡ്. പക്ഷെ നന്നായിട്ട് മത്സരിച്ചു. ഗുഡ് എഫേർട്ട് ആൻമരിയ. സോ ആക്ഷൻ റൗണ്ട്, 4ാമത്തെ റൗണ്ട് അവസാനിക്കുമ്പോ വിൻ ചെയ്തിരിക്കുന്ന ടീം എയും ടീം സിയുമാണ്. കൺഗ്രാറ്റുലേഷൻ. ടീം എയും ടീം സിയും 4ാമത്തെ ലെവൽ വിൻ ചെയ്യുമ്പോൾ അവർ നേടുന്ന പോയിന്റ് 110 പോയിന്റ് ആണ്. സൂപ്പർ. ഓക്കെ, നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കട്ടെ. ആക്ഷൻ റൗണ്ടിൽ തകർത്ത് മുന്നേറിയ റോണി ആൻഡ് നിഖിൽ, പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. റോണിയാണ് സച്ചിൻ ടെണ്ടുൽക്കറെ മാറ്റി നിർത്തി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് വരാൻ പോകുന്ന താരം എന്ന് പറഞ്ഞ അത് സംഭവമാണോ? ശരിയാണോ? കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഓൾറൗണ്ടർ ആണല്ലേ? സ്വപ്നത്തിൽ ആരാകണമെന്നാണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ എന്ത് പറയും?
സച്ചിനെ പോലെ ക്രിക്കറ്റ് പ്ലെയർ ആണെന്ന്. സച്ചിനെ പോലെയുള്ള പ്ലെയർ ആണോ കപിൽ ദേവിനെ പോലെയുള്ള പ്ലെയർ ആണോ? എന്റെ റോൾ മോഡല് ധോണിയാണ്. ധോണിയാണ്. അപ്പോൾ ധോണിയുടെ പോലത്തെ ഒരു ക്രിക്കറ്റ് പ്ലെയർ ആകാനാണ്. ടീമൊന്നും അവിടെയില്ല, പക്ഷെ നിങ്ങൾക്ക് റോണി എറണാകുളത്ത് എവിടെയെങ്കിലും നല്ല അറിയപ്പെടുന്ന ക്ലബുകളിലോ വല്ലോ ഒക്കെ കളിച്ച് വരണം. എന്നാലേ നമുക്ക് ടീമിലേക്ക് എൻട്രി കിട്ടുള്ളൂ. അപ്പോ ഇവൻ ക്രിക്കറ്റ് ഇപ്പോ എന്ത് ചെയ്യുന്നു? എത്രയില്ല പഠിക്കുന്നത്? +1 പരീക്ഷ എഴുതിയിരിക്കുന്നു. +1 പരീക്ഷ എഴുതിയിരിക്കുന്നു. നല്ല റിസൾട്ട് ഉണ്ടാവും. ഏത് സബ്ജക്റ്റിലാണ് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട്? ഏതാണ്? ഞാൻ സയൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, നല്ല റിസൾട്ട് വരട്ടെ. നിക്കില്ലേ? നല്ല വിശേഷമുണ്ട്. 10ല് പരീക്ഷ എഴുതിയിരിക്കുകയാണ്. റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുക. റിസൾട്ടിന് വേണ്ടി പ്രതീക്ഷയോടുകൂടെ. വെരി ഗുഡ്. നന്നായി എളുപ്പമായിരുന്നോ പരീക്ഷയൊക്കെ? എളുപ്പമായിരുന്നു. കുറച്ച് അങ്ങനെയല്ല, പാടായിരുന്നു എന്ന് വെച്ചാ പാടായിരുന്നു, എളുപ്പമായിരുന്നു എന്ന് വെച്ചാൽ എളുപ്പമായിരുന്നു. പാടായിരുന്നു എന്ന് വെച്ചാൽ പാടായിരുന്നു, എളുപ്പമായിരുന്നു എന്ന് വെച്ചാൽ എളുപ്പമായിരുന്നു. എന്താണ് അതിനകത്ത് സത്യം? ഒരു ലെവലില് അങ്ങനെ പോയി. ഓക്കെ, എനിവേ പ്രാർത്ഥിക്ക്. അപ്പോ ഈശോ ഈ ആൻസർ ഷീറ്റ്സ് ഒക്കെ നോക്കുന്ന ആളുകൾക്ക് അവർക്കൊരു പ്രകാശമൊക്കെ കൊടുത്ത് അവർക്കൊരു സന്തോഷമൊക്കെ കൊടുത്തു കഴിയുമ്പോ നല്ല മാർക്ക് കിട്ടിത്തരും. ഈശോയുടെ ഭാഗം ഈശോ ചെയ്യട്ടെ, നല്ല മാർക്ക് കിട്ടട്ടെ റോണിക്കും നിഖിലിനും. ഓക്കെ, നിഖിലിന്റെ സ്വപ്നം എന്താണ്? എനിക്ക് ഒരു പോലീസ് ആവാനാണ്. ഓക്കെ, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ചേരാനാണ്. നല്ലൊരു പോലീസുകാരനാവാൻ അല്ലെ? ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന നല്ലൊരു പോലീസുകാരനാവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ, അതിനുള്ള കഴിവുമൊക്കെ തരട്ടെ. ഓക്കെ, പാതി വഴിയിൽ വെച്ചിട്ടുള്ള ഒരു പാട്ടുണ്ടായിരുന്നു. എന്തായി റോഷ? ആ പാട്ട് പാടിയെങ്കിലോ നമുക്ക് പാടാം. ഓക്കെ. ആത്മാവിന്നാഴങ്ങളിൽ അറിഞ്ഞു നിന്റെ വ്യസ്നേഹം നിറഞ്ഞ തലോടലായി എന്നുമേശുവേ മനസ്സിൻ ഭാരമെല്ലാം നിന്നോടു പങ്കുവച്ചു മാറുടെന്നെ ചേർത്തണച്ചു എന്തൊരാനന്ദം. വാവ്, വെരി ഗുഡ്. അപ്പോ റോഷന്റെ നമുക്ക് അങ്ങനെ റോണിയുടെ വിശേഷങ്ങൾ കേട്ടു, നിഖിലിന്റെ വിശേഷങ്ങൾ കേട്ടു, റോഷന്റെ പാട്ടും കേട്ടു. നമുക്ക് അടുത്ത നമ്മുടെ ലെവലിലേക്ക് പോയാലോ ദിവ്യ, മരിയ? യെസ്, തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 5. ലെവൽ 5 ഒരു പ്യൂരിഫിക്കേഷൻ റൗണ്ട് ആണ്. നമ്മളിലുള്ള എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും നമ്മളിപ്പോൾ കഴുകി കളയാൻ പോവാണ്. നമ്മള് ഗെയിം ഇത്രയേ ഉള്ളൂ. നമ്മുടെ കയ്യിലൊരു 15ഓളം ബോളുകളുണ്ട്. ഈ 15ഓളം ബോളുകൾ നമ്മൾ ട്രെയിൽ തന്നിട്ടുണ്ട്. ഈ ബോള് നമുക്ക് കിട്ടിയുള്ള ഈ ബോക്സിൽ കുത്തി എറിഞ്ഞ് നമ്മൾ ആ ട്രെയിലേക്ക് എത്തിക്കുക, ട്രെയിൽ കളക്ട് ചെയ്യുക. മനസ്സിലായ? നമ്മുടെ ഉള്ളിലുള്ള എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും കംപ്ലീറ്റ് ആട്ടിക്കളയുക, നന്മയെ സ്വീകരിക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ പൊട്ടിത്തകർന്നു പോകുന്നത് എല്ലാ തിന്മയുടെ സ്വാധീനമാണ്. നമുക്ക് കിട്ടുന്നത് നന്മയുടെ അംശങ്ങളാണ് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ആ കളിയിലേക്ക് കടക്കാം. റെഡിയാണോ? ദ പ്യൂരിഫിക്കേഷൻ റൗണ്ട് 5th ലെവൽ. പ്ലീസ് കം. ടീമംഗങ്ങളുടെ പൊസിഷനിലേക്ക് വരിക. നിങ്ങൾക്ക് ഈ ഗെയിം കളിക്കാനായിട്ട് കിട്ടുന്ന സമയം 1 മിനിറ്റാണ്. 1 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് കളിക്കാം. മാക്സിമം നിങ്ങൾ പ്യൂരിഫൈ ചെയ്ത് ബോൾസ് കളക്ട് ചെയ്യാം. റെഡി? ബൗൺസ് ചെയ്ത് ഇവിടെ ഇടുക. റെഡി? ഓക്കെ, സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വെരി ഗുഡ്, വെരി ഗുഡ്. Fine. Yeah. Oh. Position galele. Come on up. Oh. Control. Oh. Bachum. Yeah. Cool.
17 seconds more. Wow. Yes. 7 seconds, 5 seconds, 4, 3, 2, 1. നിങ്ങളുടെ പൊസിഷനിലേക്ക് നിങ്ങൾക്ക് പോവാം. യെസ്. എങ്ങനെയുണ്ടായിരുന്നു കളി നിഖിൽ? ആരായിരുന്നു സ്കോർ ചെയ്തിരുന്നത് നിങ്ങളെ? ഓക്കെ. ഓ, നിങ്ങളെ സ്പേസ് ബൗളറായ റോണിയായിരുന്നു. എന്തുപറ്റി ഹിംബി? എല്ലാം ജസ്റ്റ് മിസ്ഡ് ആയിരുന്നു നിങ്ങളെ. ഞാൻ ഇപ്പൊ വീഴുമെന്ന് വിചാരിക്കുന്ന സാധനം തെറിച്ചു പോണേന്ന്. എന്തുപറ്റി? നിങ്ങളുടെ ആ വചനം നിങ്ങൾ കൂടെ പിടിക്കട്ടെ, വചനത്തെ കൂടെ പിടിക്കുക. എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. പ്രാർത്ഥനയോടുകൂടി ചെയ്യலாம். ഓ, നല്ല റിസൾട്ട് ഉണ്ടാവും. ഒക്കെ വളരെ ജസ്റ്റ് മിസ്ഡ് ആയിരുന്നു. ടീമേ നന്നായിട്ട് കളിച്ചു. യെസ്, ഗുഡ്. 3 നിങ്ങൾ ചെയ്തു. ഓക്കെ. ടീം സി ആണ് ഏറ്റവും നന്നായി സ്കോർ ചെയ്തിരിക്കുന്നത്. ഓറഞ്ച് കളറിലെ ബോള് 6 ബോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. 6 ബോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. പിങ്ക് കളറിലുള്ളത് ടീം എ ആയിരുന്നു അല്ലേ? 2 ശരിക്കും സ്കോർഡ് ആയിട്ടുണ്ട്. 1 ഗ്യാപ്പിലായി പോയി, ഒരു സ്ഥലത്തും ഇല്ലാതായി പോയി. ടീം ബി യെല്ലോ 1 സ്കോർ ചെയ്തിട്ടുണ്ട്. ഗുഡ്, ഗുഡ് എഫേർട്ട്, ഗുഡ്. നന്നായിട്ട് എല്ലാവരും കളിച്ചു. അതിന്റെ ബാക്കി പത്രമായിട്ടാണ് ഇത്രയും പോയിന്റ് സ്കോർ ചെയ്യാൻ പറ്റിയത്. നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കട്ടെ. എല്ലാം പ്യൂരിഫൈഡ് ആയിട്ട് കിട്ടട്ടെ. നമ്മളിൽ ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും നമുക്ക് തകർത്ത് കളയാം. ദൈവത്തിന്റെ നന്മകൾ കൊണ്ട് നിറയ്ക്കാം. സോ ഈ 5ാമത്തെ ലെവൽ അവസാനിക്കുമ്പോൾ വിൻ ചെയ്തിരിക്കുന്ന ടീം സി ആണ്. കൺഗ്രാറ്റുലേഷൻ. ഹാപ്പിയാണോ? അതെ. ഒരു 6 അടിച്ച പ്രതീതിയുണ്ട് അല്ലേ? ഓക്കെ. ഇതൊരു അങ്ങനത്തെ ഒരു ഗെയിമും കൂടിയാണ്. ഒരു ടെക്നിക്സും ഒക്കെ അറിയാണ്ട ഗെയിമാണ് അല്ലേ? റോണി ബാറ്റ് ചെയ്യുമ്പോൾ ടെക്നിക്സ് യൂസ് ചെയ്യാറുണ്ടോ? യൂസ് ചെയ്യണം. ബോൾ ചെയ്യുമ്പോഴും ടെക്നിക്സ് യൂസ് ചെയ്യണം. എന്നാലാണ് നമുക്ക് വിക്കറ്റുകൾ എടുക്കാൻ പറ്റുള്ളൂ. സോ ടീം സി ഈ ലെവൽ വിൻ ചെയ്യുമ്പോൾ എത്ര പോയിന്റ് ആണ് കിട്ടുന്നത്? 130. 130. ടീം സി ലെവൽ 5 വിൻ ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പോയിന്റ് 130 പോയിന്റ് ആണ്. സൂപ്പർ. നിങ്ങൾ ഒരു കാറ്റഗിസം വിദ്യാർത്ഥിയാണ് എങ്കിൽ തിയോഫണി ഗെയിം ഷോയുടെ ഓഡീഷനിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. തിയോഫണി ഗെയിം ഷോയിൽ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ശരിയുത്തരം SMS വഴിയോ ഇമെയിൽ വഴിയോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ആരെന്ന് SMS ആയോ ഇമെയിലായോ ഞങ്ങളെ അറിയിക്കുക. ഈ ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ആര്? SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ theophanygameshow@gmail.com. ഇത്തിരി നേരം ഒത്തിരി ചിന്ത. അപ്പോൾ നമ്മൾ അവസാനത്തെ ലെവലിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ടീം അംഗങ്ങളുടെ പോയിന്റ് നില എന്താണെന്ന് നോക്കാം. പുതുവൈപ്പ് എറണാകുളം സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിൽ നിന്ന് വന്നിട്ടുള്ള റോഷൻ ഏജയും ആനി റോഷനെയും അടങ്ങിയുള്ള ടീം എക്ക് ലഭിക്കുന്ന പോയിന്റ് 250 പോയിന്റ്സ് ആണ്. ഓക്കെ. പൂവത്തുശ്ശേരി സെന്റ് ജോസഫ് ചർച്ചിൽ നിന്ന് വന്നിട്ടുള്ള ആൻ മരിയ വർഗീസ് ആൻഡ് ദിവ്യ KS എന്നിവരടങ്ങിയിട്ടുള്ള ടീം ബിക്ക് ലഭിക്കുന്നത് 70 പോയിന്റ് ആണ്. മീൻകുന്നം സെന്റ് ജോസഫ് ചർച്ചിൽ നിന്ന് വന്നിട്ടുള്ള റോണി രാജു ആൻഡ് നിഖിൽ സാബു എന്നിവരടങ്ങിയിട്ടുള്ള ടീമിന് ലഭിക്കുന്നത് 240 പോയിന്റ്സ് ആണ്. കൊള്ളാം. അടുത്ത ലെവലില് വിൻ ചെയ്ത 150 പോയിന്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങളും ഗെയിമിലുണ്ട്. അപ്പൊ നമുക്ക് ഉഷാറായിട്ട് കളിക്കാം. റെഡിയല്ലേ? ഓക്കെ. തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. അവസാനത്തെ ലെവൽ 6. മനുഷ്യന് അഹങ്കാരം വന്നപ്പോൾ അവനെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ച സമയത്ത് അവന് ഈ നന്മകളും ഭൂമിയും എല്ലാം ഇങ്ങനെ വിളവും ഒക്കെ നൽകിയപ്പോ അവന് അഹങ്കാരം മൂത്ത്. അവൻ എന്ത് ചെയ്തു? ആകാശം മൂട്ടെ എന്ത് ചെയ്തു? ഒരു വലിയ ഗോപുരം പണിയാൻ തീരുമാനിച്ചു. ഈ വലിയ ഗോപുരം പണിതപ്പോ എന്താ സംഭവിച്ചത്? ദൈവം താഴേക്ക് നോക്കിയപ്പോ
മനുഷ്യൻ അഹങ്കരിക്കുന്ന മനുഷ്യനെ കണ്ടു. അവൻ ദൈവത്തിന്റെ അടുക്കലെത്തുവാൻ ഗോപുരം പണിയുന്നത് കണ്ടു. അവന്റെ അഹങ്കാരം കൊണ്ട് പണിയുന്ന ഗോപുരം. ദൈവം ആ ഗോപുരം തകർത്തു കളഞ്ഞു, അല്ലെ? അതോടെ മനുഷ്യന്റെ എന്ത് നഷ്ടപ്പെട്ടു? ആൻമരിയ, എന്താ നഷ്ടപ്പെട്ടത്? അഹങ്കാരം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, അതുവരെ അവൻ സംസാരിച്ചിരുന്ന ഭാഷ ഒരു ഭാഷയായിരുന്നു. ബൈബിളിൽ പറയുന്നു, പിന്നെ അവന്റെ ഭാഷ ചിതറിക്കപ്പെട്ടു. മനുഷ്യൻ ചിതറിക്കപ്പെട്ടു. അവന്റെ ഭാഷ പലതായി. പലരും പല ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ നമ്മളെല്ലാവരും സംസാരിക്കും, ലോകത്തിലെല്ലാവരും സംസാരിക്കുന്നത് ഒരു ഭാഷയിലായിരിക്കും. അത് ഏത് ഗോപുരമായിരുന്നു പണിതത്? ബാബേൽ ഗോപുരം. യെസ്. നിങ്ങൾ ഈ ആറാമത്തെ ടാസ്കിൽ, ആറാമത്തെ ലെവലിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഗെയിമും ഇതാണ്. യു ആർ ഗോയിങ് ടു ബിൽഡ് ബാബേൽ ഗോപുരം. നിങ്ങൾ ചെയ്യുന്നത് അത് അവർ ഭൂമിയിലാണ്, ഉറച്ച മണ്ണിലാണ് അവർ പണിതതെങ്കിൽ നിങ്ങൾ പണിയുന്നത് വെള്ളത്തിലാണ്. നിങ്ങൾ ആദ്യം ഒരു പാത്രം വെക്കുന്നു, അതിന്റെ മേല് 2 ഗ്ലാസ് വെക്കുന്നു, അതിന്റെ മേലിൽ പാത്രം വെക്കുന്നു, 4 ഗ്ലാസ് വെക്കുന്നു, അതിന്റെ മേൽ പാത്രം വെക്കുന്നു, 3 ഗ്ലാസ് വെക്കുന്നു, പാത്രം വെക്കുന്നു, 2 ഗ്ലാസ് വെക്കുന്നു, പാത്രം വെക്കുന്നു, 1 ഗ്ലാസ് വെക്കുന്നു, പാത്രം വെക്കുന്നു, 1 ഗ്ലാസ്. ഐഡിയ കിട്ടിയില്ലേ? 2, 4, 3, 2, 1, 1. ഈ ലെവലിലായിരിക്കും നിങ്ങൾ ഗ്ലാസുകൾ വെക്കുന്നത്, ബാബേൽ ഗോപുരം പണിയുന്നത്. അപ്പൊ നമ്മൾ ബാബേൽ ഗോപുരം പണിയുന്നത് വെള്ളത്തിലാണ്. ദൈവത്തിന്റെ ശക്തിയോടുകൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അഹങ്കാരം കൊണ്ടല്ല, മറ്റുള്ളവരിലേക്ക് ദൈവത്തിന്റെ നന്മ എത്തിക്കാനാണ് നമ്മൾ ഈ കോട്ട, ഈ ടവർ പണിയുന്നത്. ഓക്കെ, റെഡിയാണോ? റെഡി ടു ബിൽഡ് ബാബേൽ ടവർ? യെസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് കിടക്കാം. ഈ ടവർ പണിയാനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സമയം 1.5 മിനിറ്റാണ്. ഈ 1.5 മിനിറ്റിനുള്ളിൽ ആരാണോ ആദ്യം ഈ ടവർ പണി തീർക്കുന്നത്, ഈ പണി പെർഫെക്റ്റ് ആയിട്ട് തീർക്കുന്നത്, അവരായിരിക്കും വിൻ ചെയ്യുക. അവർക്ക് കൈകൾ പൊക്കി ഒരു അടി ബാക്കിലേക്ക് മാറി നിൽക്കാം. ഫൈൻ, റെഡിയാണോ? അപ്പൊ ധൃതി വേണം. എന്നാ സിങ്കായി പോകരുത്, വെള്ളത്തിൽ മുങ്ങിപ്പോകരുത്, ശ്രദ്ധിക്കുക കൂടെ വേണം. വിൻ ചെയ്യണം എല്ലാവരും. ഓക്കെ, റെഡി? സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഡിവൈഡ് ദ ജോബ്. എന്നിട്ട് ചെയ്യൂ. എല്ലാവരും എല്ലാം കൂടെ ചെയ്യാതെ പ്ലേറ്റ് എടുത്തു. സൂക്ഷിച്ച് ധൃതി വേണ്ട. കമാൺ. ഗ്രേറ്റ്. Great. 22 സെക്കൻഡ്സ് ബാക്കി നിൽക്കേ നിങ്ങൾ ടീം ബിയും ടീം എയും ടീം സിയും പെർഫെക്റ്റ് ആയിട്ട് ടവർ പൂർത്തിയാക്കി. നിങ്ങൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹമുണ്ട് കൂടെ. വെരി ഗുഡ്. 3 പേര് പെർഫെക്റ്റ് ആയിട്ട് ടവർ പൂർത്തിയാക്കിയെങ്കിലും ഏറ്റവും ആദ്യം ഈ ഗെയിമിൽ ടവർ പൂർത്തിയാക്കിയത് ടീം ബി ആണ്. സോ ഈ ലെവൽ വിൻ ചെയ്യുന്ന ടീം ബി ആണ്. കൺഗ്രാറ്റുലേഷൻസ്. അവസാനത്തെ ലെവൽ വിൻ ചെയ്യുമ്പോൾ ടീം ബിക്ക് എത്ര പോയിന്റ് ആണ് കിട്ടുന്നത്? 150 പോയിന്റ്. യെസ്. ടീം ബി അവസാനത്തെ ലെവൽ 6 വിൻ ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് 150 പോയിന്റ് ആണ്. സൂപ്പർ. ഗ്രേറ്റ്. അപ്പോൾ നമ്മളുടെ ഗെയിം വളരെ എന്താ പറയാ, ഇഞ്ചുള്ള പോരാട്ടമായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ പോയിന്റ് ഒരിക്കൽ കൂടെ നോക്കാം. എറണാകുളം പുതുവൈപ്പ് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിൽ നിന്ന് വന്നിട്ടുള്ള
റോഷനേജയും ആനി റോഷനയും അടങ്ങിയിട്ടുള്ള ടീം എക്ക് ലഭിക്കുന്നത് 250 പോയിന്റ്സ് ആണ്. അവസാനത്തെ ലെവൽ വിൻ ചെയ്ത് എറണാകുളം പൂവത്തുശ്ശേരി സെന്റ് ജോസഫ് ചർച്ചിൽ നിന്ന് വന്നിട്ടുള്ള ആൻ മരിയ വർഗീസും ദിവ്യ കേസും അടങ്ങിയിട്ടുള്ള ടീം ബിക്ക് ലഭിക്കുന്നത് എത്രയാണ്? 220 പോയിന്റ്സ് ആണ്. റൈറ്റ് അല്ലേ? 220 പോയിന്റ്സ്. ടീം സി എറണാകുളം മീൻകുന്നം സെന്റ് ജോസഫ് ചർച്ചിൽ നിന്ന് വന്നിട്ടുള്ള റോണി രാജു ആൻഡ് നിഖിൽ സാബു എന്നിവരടങ്ങിയിട്ടുള്ള ടീം സിക്ക് ലഭിക്കുന്നത് 240 പോയിന്റ്സ് ആണ്. സോ നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിലെ വിജയി എറണാകുളം പുതുവൈപ്പ് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിൽ നിന്ന് വന്നിട്ടുള്ള റോഷനേജയും ആനി റോഷനയും അടങ്ങിയിട്ടുള്ള ടീം എ ആണ്. കൺഗ്രാറ്റുലേഷൻസ്. തിയോഫനി ബൈബിൾ ഗെയിം ഷോ വിജയികളെ കാത്തിരിക്കുന്നത് വിശുദ്ധനാട് തീർത്ഥാടനം. നിങ്ങൾക്കും ഈ തീർത്ഥയാത്രയിൽ പങ്കെടുക്കാം. വിശദ വിവരങ്ങൾക്ക് 9744155533. Pilgrimage conducted by You Smart Travel, Ernakulam. വിന്നേഴ്സിന് ഗുഡ്നസ് ടിവി നൽകുന്ന മൊമെന്റോയുണ്ട്, മെഡൽസ് ഉണ്ട്. നമുക്കത് സ്വീകരിക്കാം. ഷോയുടെ മനോഹരമായ മറ്റൊരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ കളിക്കാരും പുതിയ കഥകളും പുതിയ ഉപമകളും ഒക്കെയായി പുതിയ സങ്കീർത്തനങ്ങളും ഒക്കെയായി അടുത്ത ആഴ്ച ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ഗുഡ് ബൈ. വിശ്വാസത്തിന്റെയും സുഹൃത ജീവിതത്തിന്റെയും മാതൃകയായി അവതരിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ. ഓരോ നിമിഷവും ദൈവമേ നിൻ സ്തുതി പാടിടും ഞാൻ. ഓരോ ശ്വാസത്തിലും ദൈവമേ നിൻ നാമം വാഴ്ത്തിടും ഞാൻ.